മുഴുവൻ ഉറ്റുനോക്കുന്നത് അമേരിക്കയിലേക്കാണ്. ട്രംപ് വീണ്ടും അധികാരത്തിൽ. അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചുമതലയേൽക്കുകയാണ്. ഇന്ത്യൻ സമയം രാത്രി 10:30 ക്യാപിറ്റോൾ മന്ദിരത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധിയായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചടങ്ങിൽ പങ്കെടുക്കും. ഇന്നലെ നടന്ന അത്താഴ വിരുന്നിൽ പങ്കെടുത്ത റിലയൻസ് മേധാവി മുകേഷ് അംബാനിയും ഭാര്യ നിത അംബാനിയും ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിലും പങ്കെടുക്കും. Congratulations, Mr. President. പറഞ്ഞ വാക്കു പാലിച്ച് ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് അധികാരമേൽക്കുന്നത്. അധികാരമേൽക്കും മുമ്പ് ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ സാധ്യമാക്കി. ഇടവേളയ്ക്ക് ശേഷം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മടങ്ങാനായ ആദ്യ അമേരിക്കൻ പ്രസിഡന്റ്. അമേരിക്കയെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം. ഇതിനു മുന്നോടിയായി സ്ഥാനമേൽക്കും മുമ്പേ വമ്പൻ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ഇലോൺ മസ്ക് മുതൽ ഇന്ത്യൻ വംശജൻ ശ്രീറാം കൃഷ്ണൻ വരെ ടീമിൽ. അമേരിക്കയിൽ അതിശൈത്യം കണക്കിലെടുത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുറന്ന വേദിയിൽ നിന്നും ക്യാപിറ്റോൾ മന്ദിരത്തിനുള്ളിലേക്ക് മാറ്റി. 1985 റൊണാൾഡ് റീഗന്റെ സ്ഥാനാരോഹണത്തിനു ശേഷം ആദ്യമായാണ് ചടങ്ങുകൾ ഹാളിനുള്ളിലേക്ക് മാറ്റുന്നത്. കഴിഞ്ഞ തവണ ജോ ബൈഡനോട് പരാജയപ്പെട്ട ട്രംപ് ബൈഡന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നിരുന്നു. എന്നാൽ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ബൈഡൻ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. വൈസ് പ്രസിഡന്റ് JD വാൻസും ട്രംപിനൊപ്പം ഇന്ന് അധികാരമേൽക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അടുത്ത 4 വർഷത്തേക്കുള്ള ഭരണ പദ്ധതി ട്രംപ് വിശദീകരിക്കും. വാഷിംഗ്ടൺ നാഷണൽ കത്തീഡ്രലിലെ പ്രാർത്ഥനയോടെയാവും ചടങ്ങുകൾ സമാപിക്കുക. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കിരൺ ബാബു ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. കിരൺ, വീണ്ടും ട്രംപ് അധികാരത്തിലേറുകയാണ്. ഒരുപക്ഷെ ട്രംപിന്റെ ഭരണകാലത്തെ പല നയങ്ങളെയൊക്കെ ലോകം വളരെ തമാശയോടെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്കൻ ജനത ബൈഡന് ശേഷം വീണ്ടും തെരഞ്ഞെടുക്കുന്നത് ട്രംപിനെ തന്നെയാണ്. ആ അധികാരത്തിൽ വരുമ്പോൾ തന്നെ ട്രംപ് കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇസ്രയേൽ വെടിനിർത്തലിന് സംബന്ധിച്ചത് താൻ അധികാരത്തിൽ വരുന്നതുകൊണ്ടാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ടാണ് റാലിയിൽ പങ്കെടുക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട 100 ഉത്തരവുകൾ ആദ്യ ദിവസം തന്നെ ഒപ്പിട്ടേക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ട്രംപിന്റെ 2ാം വരവിന് അമേരിക്കയെ പ്രൗഡാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. ആ 2ാം വരവിൽ അദ്ദേഹം എന്തൊക്കെ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? ശ്രീജ, പലപ്പോഴും ട്രംപ് ആദ്യ തവണ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും പിന്നീട് മത്സരിക്കുമ്പോഴും എല്ലാം അദ്ദേഹം പറയുന്ന പല വാക്കുകളും ലോകം അത്ഭുതത്തോടെയോ നേരത്തെ ശ്രീജ പറഞ്ഞതോടെ അല്പം കൗതുകത്തോടെയൊക്കെയാണ്, അല്ലെങ്കിൽ പരിഹാസത്തോടു കൂടിയൊക്കെയാണ് കേട്ടിരുന്നത്. പക്ഷേ പല കാര്യങ്ങളിലും അങ്ങനെയല്ല. വീണ്ടും ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. വീണ്ടും ഒരിക്കൽ കൂടി അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഒരു തവണ പ്രസിഡന്റ് ആയ ശേഷം പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രസിഡന്റ് ആവാൻ കഴിഞ്ഞ ആദ്യത്തെ ആൾ കൂടിയാണ് ട്രംപ്. ഇപ്പോൾ ഇന്ന് അധികാരമേൽക്കുമ്പോൾ താൻ അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മുമ്പ് ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന്, വെടിനിർത്തൽ കൊണ്ടുവരും എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അത് അവസാന നിമിഷം വരെയും ഇസ്രായേൽ പലതരത്തിലുള്ള ചെറുത്തുനിൽപ്പുകളൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്ന രീതിയിൽ അവിടുത്തെ തീവ്ര വലതുപക്ഷ പാർട്ടികളടക്കം പിന്തുണ പിൻവലിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. ബെൻഗുറിന്റെ അവിടുത്തെ രാജ്യരക്ഷാ മന്ത്രി ബെൻഗുറിന്റെ പാർട്ടിയടക്കം പിന്തുണ പിൻവലിച്ചു. പക്ഷേ ഇതെല്ലാം ഉണ്ടായെങ്കിലും ട്രംപ് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുകയും അതോടൊപ്പം തന്നെ ട്രംപിന്റെ പ്രതിനിധിയെ തന്നെ നേരിട്ട് ഈ ചർച്ചയിലേക്ക് അയക്കുകയും, ബൈഡന്റെ പ്രതിനിധിയാണ് യഥാർത്ഥത്തിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് പ്രതിനിധി കൂടിയാണ്, നിലവിലുള്ള അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന്റെ പ്രതിനിധിക്കൊപ്പം ട്രംപിന്റെ പ്രതിനിധിയെ കൂടി ചർച്ചയ്ക്ക് അയക്കുകയും വളരെ കൃത്യമായി തന്നെ ഇന്ന് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെങ്കിൽ ഇന്നലെ തന്നെ ഒരു ദിവസം മുമ്പ് തന്നെ ഗസയിലെ യുദ്ധം, അതും 15 മാസത്തോളം നീണ്ട യുദ്ധമാണ് എന്ന് നോക്കണം. ഇസ്രായേലിനെ പോലെ അമേരിക്കയുമായി ഏറ്റവും കൂടുതൽ അടുത്ത ഗാഢബന്ധമുള്ള ഒരു രാജ്യത്ത് ആഭ്യന്തരമായി വലിയ എതിർപ്പുകൾ ഉണ്ടെങ്കിലും അതിനെല്ലാം മറികടന്നുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് തന്റെ വാക്ക് പാലിച്ചുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു ലോകത്തിന് മുന്നിൽ പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന വലിയ അഭിമാനത്തോടു കൂടി തന്നെയാണ് ട്രംപ് ഇന്ന് അമേരിക്കയുടെ
47ാമത് പ്രസിഡന്റായി അധികാരമേൽക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രംപ് അധികാരത്തിലേൽക്കുമ്പോൾ മറ്റു പല പ്രസിഡന്റുമാരുടെയും നയങ്ങളെയൊക്കെ സംബന്ധിച്ച് സ്വാഭാവികമായും അത് എങ്ങനെയാണ് എന്ന് മുൻകൂട്ടി തിരിച്ചറിയാനുള്ള കഴിവൊക്കെ, അല്ലെങ്കിൽ മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയും അവരുടെ രീതികളും അവർ സ്വീകരിച്ച നിലപാടുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് പലപ്പോഴും അങ്ങനെയല്ല. അദ്ദേഹം അപ്രതീക്ഷിതമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. പ്രത്യേകിച്ച് തൊട്ടടുത്ത രാജ്യമായ കാനഡയൊക്കെ അമേരിക്കയോടൊപ്പം ചേരൂ, നിങ്ങളെ അമേരിക്കയുടെ മറ്റൊരു സംസ്ഥാനമാക്കി മാറ്റാം എന്നടക്കമുള്ള പ്രസ്താവനകൾ വരുന്നു. ഇനി കാനഡയിൽ നിൽക്കി കൂടുതൽ നികുതി നിർദ്ദേശങ്ങൾ വരാൻ പോകുന്നു എന്ന ആശങ്ക ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. അപ്പോൾ കാനഡയിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ തരത്തിലേക്കുള്ള അമേരിക്കയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്, അമേരിക്കയുമായി വളരെ അടുത്ത ബന്ധമുള്ള രാജ്യമാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് ലോകത്താകമാനം വലിയ വെല്ലുവിളി ഉയർത്തുന്ന ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നികുതി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടാവും എന്ന് വരുന്നു. അതോടൊപ്പം തന്നെ ഇലോൺ മസ്കിനെ പോലെയുള്ള ലോകത്ത് തന്നെ ഭ്രാന്തനാശയങ്ങൾ അവതരിപ്പിക്കുകയും അത് നടപ്പാക്കി ലോകത്തെ ഞെട്ടിക്കുകയും ഒക്കെ ചെയ്ത ടെക് ലോകത്തെ അല്ലെങ്കിൽ ബഹിരാകാശ രംഗത്തുമൊക്കെ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഇലോൺ മസ്കിനെ പോലൊരാളെ സ്വന്തം ടീമിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അന്താരാഷ്ട്ര രംഗത്തേക്ക് ഏതൊക്കെ തരത്തിലുള്ള കുതിച്ചാട്ടമാണ് വരുത്താൻ പോകുന്നതെന്ന് അത്തരമൊരു ആകാംക്ഷ മറുഭാഗത്ത് നിൽക്കുന്നു. എന്തായാലും ലോകത്തിനാകമാനം ട്രംപ് അമേരിക്കയിൽ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഏതെല്ലാം തരത്തിലേക്ക് അമേരിക്കയെ മാറ്റിയെടുക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് വരുന്ന കുടിയേറ്റക്കാരെ സംബന്ധിച്ച വ്യവസ്ഥ, ഇനി സാധാരണക്കാരായ അമേരിക്കയിലെത്തിയ കുടിയേറ്റക്കാർക്ക് അവരെ ഒഴിവാക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് പൗരത്വം നൽകുന്നതിലടക്കം കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. അമേരിക്കയ്ക്ക് ആവശ്യമുള്ള സാങ്കേതിക വിദഗ്ധരെ മാത്രം അമേരിക്കയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു നയത്തിലേക്ക് എത്തുന്നു. പഴയ പ്രതാപത്തിലേക്ക് അമേരിക്കയെ മടക്കിക്കൊണ്ടുപോകാം എന്നുള്ള ഒരു നയം സ്വീകരിക്കുന്നു. അമേരിക്ക പൊതുവെ പല ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ള വിശാലമായ നയങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് അമേരിക്കൻ ദേശീയത അല്ലെങ്കിൽ അമേരിക്കൻ പൗരന്മാർ അമേരിക്കയുടെ മാത്രം വികസനം, അത്തരമൊരു നയത്തിലേക്കാണ് ട്രംപ് പൊതുവെ മറ്റു രാജ്യങ്ങളുടെ വിഷയത്തിൽ സാമ്പത്തികമായ സഹായം നൽകുന്നതിനും ഇടപെടുന്നതിനും ഒക്കെയുള്ള നയത്തിന് എതിരായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകം എന്തായാലും വീണ്ടും ആകാംക്ഷയോടുകൂടി തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ജാഗ്രതയോടുകൂടിയും ആകാംക്ഷയോടുകൂടിയും കാത്തിരിക്കുകയാണ് ട്രംപ് ഇന്ന് അധികാരത്തിലേറുന്നതോടുകൂടി ഏതെല്ലാം തരത്തിലാണ് അമേരിക്കയുടെ നയങ്ങൾ മാറ്റം ഉണ്ടാകുന്നത് എന്നെല്ലാം. കിരൺ, 2020 ബൈഡനോട് തോറ്റ് പിന്മാറുന്നു, പാർലമെന്റ് ആക്രമണത്തിൽ വലിയ രീതിയിൽ നാണക്കേട് കേൾക്കേണ്ടി വന്നു, അത് കഴിഞ്ഞ് ഇംപീച്ച്മെന്റ് നേരിടേണ്ടി വന്നു. അങ്ങനെ ഒരു ട്രംപിനൊരു തിരിച്ചുവരവ് ലോകം പ്രതീക്ഷിച്ചതേയല്ല. പക്ഷേ ബൈഡൻ ഭരണകൂടത്തിന്റെ പല തെറ്റായ നയങ്ങളും, ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് മകന്റെ പേരിലുള്ള കുറ്റങ്ങൾ ഒഴിവാക്കി കൊടുക്കുന്ന ബൈഡന്റെ നടപടിയടക്കം പലതും കണ്ടു. അതിനുശേഷം ട്രംപ് തിരിച്ചു വരുമ്പോൾ ട്രംപിന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇമേജ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ? എത്ര കണ്ട ആ ഇമേജ് ചേഞ്ച് ഉണ്ട്? കിരൺ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പറഞ്ഞ വാക്ക് പാലിച്ചു, അല്ലെങ്കിൽ അമേരിക്കക്കാരെ സംബന്ധിച്ച് അമേരിക്ക ഫസ്റ്റ് ഇത് മുന്നോട്ട് വെക്കുന്നു. അതൊക്കെ ഒരു രണ്ടാം വരവിൽ ട്രംപിന്റെ ഇമേജിന് കാര്യമായ വ്യത്യാസമുണ്ടോ? ശ്രീജ, ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങനെ ട്രംപിന്റെ ഇമേജിന് കാര്യമായ വ്യത്യാസം എന്ന് പറയാൻ കഴിയില്ല. ട്രംപ് അടിസ്ഥാനപരമായി ഒരു തീവ്ര വലതുപക്ഷ നിലപാടുകൾ എപ്പോഴും സ്വീകരിക്കുകയും ആ തരത്തിലേക്ക്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സങ്കുചിത ദേശീയത, അമേരിക്കൻ ദേശീയത, അത്തരം വികാരങ്ങൾ വളർത്തുകയും അതിനനുകൂലമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ്. സാധാരണ ഒരു പ്രസിഡന്റ് സംസാരിക്കുന്ന രീതിയിലല്ല അദ്ദേഹം ആ വിഷയങ്ങളെ സമീപിച്ചതും തീരുമാനങ്ങൾ എടുത്തതുമെല്ലാം. മറ്റ് പ്രസിഡന്റുമാർക്കെല്ലാം സ്വാഭാവികമായും അവരുടെ പാർട്ടി നയങ്ങളും അവരുടെ പാർട്ടികൾ വിവിധ കാലങ്ങളായി സ്വീകരിച്ച നയങ്ങൾ, രീതികൾ, ഇതിനെല്ലാം പിന്തുടർച്ചയായി അവർ നടപ്പാക്കിയെങ്കിൽ ട്രംപ് അങ്ങനെ ആയിരുന്നില്ല. ട്രംപിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിമർശനങ്ങൾ ഉയർന്നതും അതുകൊണ്ടാണ്. ഒരു രാഷ്ട്ര തന്ത്രജ്ഞൻ എന്ന നിലയ്ക്കുള്ള രീതിയിലുള്ള പക്വതയോടുകൂടിയുള്ള പ്രവർത്തനമല്ല എന്നൊക്കെ. പക്ഷേ ട്രംപിന്റെ നയങ്ങളോടും ട്രംപിന്റെ രീതികളോടുമാണ് അമേരിക്കൻ ജനത വീണ്ടും താല്പര്യം പ്രകടിപ്പിച്ചത്. ബൈഡന്റെ ഇടയ്ക്കൊരു ഭരണം ഉണ്ടായെങ്കിൽ പോലും ട്രംപിന് മടങ്ങി വരാൻ കഴിഞ്ഞു എന്നത് അത് ട്രംപിനെ സംബന്ധിച്ചും അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ അത് വലിയ നേട്ടമാണ്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട് ബൈഡന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലടക്കം വിട്ടുനിന്ന ആൾ കൂടിയാണ് ട്രംപ്. സാധാരണ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ രീതി അനുസരിച്ച്, പ്രത്യേകിച്ച് ലോകത്തെ ഏറ്റവും പഴക്കമേറിയ ജനാധിപത്യ രാജ്യം കൂടിയാണ് അമേരിക്ക. അവിടെ ഒരു ഉന്നതമായ ജനാധിപത്യ മര്യാദയൊക്കെ പാലിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ ഒരു പ്രസിഡന്റ് നിയുക്ത പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പതിവില്ല. പക്ഷേ ട്രംപ് അങ്ങനെ ആയിരുന്നില്ല. ട്രംപ് അവിടെ നിന്ന് വിട്ടുനിൽക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ അനുയായികൾ ഇന്ന് ഇതേ ക്യാപിറ്റൽ സെന്ററിന്റെ അരീന ഹാളിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നതെങ്കിൽ അവിടെ കയറി ട്രംപിന്റെ അനുയായികൾ അമേരിക്കയുടെ തന്നെ ലോകത്തിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിലേക്ക് അവിടെ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിന് പിന്നിൽ ട്രംപ് അതിനെ ന്യായീകരിച്ചു നിൽക്കുന്നു. അത്തരം പലതരത്തിലും മറ്റു പ്രസിഡന്റുമാരുടെ രീതികളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയൊക്കെ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളതാണ് ട്രംപ്. ഇപ്പോഴും ഏറെക്കുറെ ആ തരത്തിലേക്കൊക്കെയാണ് ട്രംപിന്റെ രീതികൾ. അപ്പോഴും ആ തരത്തിലേക്കാണ് പ്രതികരണങ്ങൾ വരുന്നത്. ഇപ്പോൾ തന്നെ പ്രസിഡന്റ് സ്ഥാനം ഇന്നാണ് ഏറ്റെടുക്കുന്നതെങ്കിലും അതിനു മുമ്പ് തന്നെ ട്രംപ് വരുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ മാറ്റങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു, ട്രംപിന്റെ
ട്രംപിന്റെ ടീം തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ടീമിനെയാണ്, ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ അല്ലെങ്കിൽ ആ തരത്തിലേക്കെല്ലാം നിർത്താൻ കഴിയുന്ന ഒരു ടീമിനെ തന്നെ ആണ് ട്രംപ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇലോൺ മസ്കിനെ പോലെ ഒരാളെ ട്രംപ് തന്റെ വലങ്കൈയായി നിർത്തുന്നു. ഇലോൺ മസ്കിനെ നമുക്ക് ട്രംപിന്റെ മറ്റൊരു രൂപം എന്നോ അല്ലെങ്കിൽ മറ്റൊരു രൂപം എന്ന് പറയാൻ കഴിയില്ല. ട്രംപിന്റെ ചില കാര്യങ്ങളുമായി സാമ്യമുള്ള ഒരാൾ കൂടിയാണ് ഇലോൺ മസ്ക്. ലോകത്തെ മറ്റ് പ്രധാനപ്പെട്ട വ്യവസായികൾക്കോ അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങൾ അവതരിപ്പിക്കുന്ന മനുഷ്യരെക്കാൾ ഭ്രാന്തമായ ആശയങ്ങൾ അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും ആളുകൾ പ്രതീക്ഷിക്കാത്ത ആശയങ്ങളൊക്കെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും അതൊക്കെ നടപ്പാക്കി കാണിക്കുകയും ഒക്കെ ചെയ്ത് ലോകത്തെ ഞെട്ടിച്ച ഒരു മനുഷ്യൻ കൂടിയാണ് ഇലോൺ മസ്ക്. അങ്ങനെ ഒരാളെ തന്റെ ടീമിലേക്ക് കൊണ്ടുവന്ന് ലോകത്തിന് എന്തായാലും ഈ കോമ്പിനേഷൻ എന്തൊക്കെയായിരിക്കും സമ്മാനിക്കുക, ലോകത്തിന് മുന്നിൽ എന്തൊക്കെ കാഴ്ചകളാവും സമ്മാനിക്കുക എന്നത് കാത്തിരുന്ന് കാണാം. അപ്രവചനീയതയാണ് ട്രംപിന്റെ പ്രത്യേകത. അപ്രതീക്ഷിതമായി എന്തും എപ്പോഴും എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ മടിയില്ലാത്ത ഒരു നേതാവാണ് ട്രംപ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ട്രംപ് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ കൗതുകത്തോടെ കൂടി ലോകം ഉറ്റുനോക്കുകയാണ്. അവിടെ നിന്ന് എന്തൊക്കെ തീരുമാനങ്ങളാണ് ഇനി വരാൻ പോകുന്നതെന്ന്. ഉച്ചയ്ക്ക് 12 മണിക്ക് അമേരിക്കൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. ഇന്ത്യൻ സമയം അത് രാത്രി 10:00.